മലപ്പുറത്ത് അമ്മയും 2 മക്കളും കുളത്തിൽ മുങ്ങി മരിച്ചു. പറപ്പൂർ താഴേക്കാട്ടുപടി കുളത്തിലാണ് അപകടം ഉണ്ടായത്. സൈനബ, മകൾ ഫാത്തിമ, മകൻ ആഷിഖ് എന്നിവരാണ് മരിച്ചത്. അസ്സലാമു അലൈക്കും. വളരെയധികം സങ്കടകരമായ നോവുണ്ടാക്കുന്നൊരു വാർത്ത. 2 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് പറപ്പൂർ എന്ന് പറയുന്നൊരു പ്രദേശം, ആ പ്രദേശത്തിലെ ഒരു പള്ളിക്കുളത്തിൽ അവിടെ മുങ്ങി മരണപ്പെട്ടത് ഒരു കുടുംബത്തിലെ 3 പേരാണ്. ആ 3 പേർ ആരൊക്കെയാണെന്നറിയുമ്പോഴാണ് നമ്മുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നത്. ഒരു മോനും ഒരു മകളും ഒരു ഉമ്മയും ആ കുളത്തിൽ മരണപ്പെട്ടു പോവുകയാണ്. മക്കളെ തനിച്ചാക്കി പോകാൻ ആ ഉമ്മയ്ക്കായില്ല. ആ ഉമ്മയും തൻ്റെ മക്കളോടൊപ്പം യാത്ര പറയുകയാണ്. വല്ലാതെ പ്രയാസപ്പെടുത്തുന്നൊരു വാർത്തയാണ്. ഉമ്മയും മക്കളും ചേർന്ന് നിൽക്കുന്ന ആ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ മനസ്സ് പിടഞ്ഞു പോകും. ഈ ഒരു ദുരന്തം സംഭവിച്ചിട്ട് 2 ദിവസമാകുന്നു. പക്ഷെ അതിനെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ദുആ ആ ഉമ്മയ്ക്കും 2 മക്കൾക്കും ഉണ്ടാകണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായ ദുആ ചെയ്യുക. ഞാൻ എന്തായാലും ആ ഒരു വാർത്ത നിങ്ങളെ കാണിക്കാം. പറപ്പൂരിൽ ഉമ്മയും 2 മക്കളുമടക്കം 3 പേർ കുളത്തിൽ മുങ്ങി മരിച്ചു. പറപ്പൂർ വീണാലുക്കലിനടുത്ത് താഴക്കാട്ടുപടി പള്ളിക്കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പരേതനായ കുമ്മൂറ്റിക്കൽ മൊയ്തീന്റെ ഭാര്യ 56-കാരിയായ ചീരങ്ങൽ സൈനബ, മക്കളായ 20-കാരൻ ആഷിഖ്, 18-കാരി ഫാത്തിമ ഫർസീല എന്നിവരെയാണ് കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ട് 3 മണിയോടെ കുളത്തിന് കരയിൽ വസ്ത്രങ്ങളും ഒരാളുടെ മൃതദേഹം വെള്ളത്തിൽ കടവുകല്ലിനോട് ചേർന്ന് കിടക്കുന്നതും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് 3 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. ഉടനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. നേരത്തെ പറപ്പൂരിലേക്ക് മാറി താമസിച്ച കുടുംബമാണ് ഇവരുടേത്. സൈനബയുടെ മറ്റൊരു മകനായ മുഹമ്മദ് ഫാസിൽ മാത്രമാണ് ഈ കുടുംബത്തിൽ അവശേഷിക്കുന്നത്. പറപ്പൂർ IUHSS +2 വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട ഫാത്തിമ ഫർസീല. മയ്യത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇവരുടെ വീടിനടുത്തുള്ള കുളമാണ്, പള്ളിക്കുളമാണ്. അവിടേക്ക് തുണിയലക്കാനും മറ്റും കുളിക്കാനുമായി പോയതാണ് ഈ ഉമ്മയും 2 മക്കളും. എനിക്ക് തോന്നുന്നത് ഇതിലേതെങ്കിലും ഒരാൾ ആ കുളത്തിലേക്ക് മുങ്ങിത്താഴുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഒരുപക്ഷെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം 3 പേർക്ക് മരണം സംഭവിച്ചത്. ഏകദേശം 2:30-3 മണിയോടുകൂടിയാണ് ഈ കുടുംബം ആ കുളത്തിലേക്ക് പോകുന്നത്. പിന്നീട് അതിനുശേഷം 4-4:30 മണിയോടുകൂടി ഈ കുളത്തിനടുത്തൂടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി നടന്നു പോകുന്ന സമയത്ത് ഈ വ്യക്തി ആ ഒരു കുളത്തിൽ ഒരു മൃതദേഹം കാണുകയാണ്. ഉടൻ തന്നെ അയാൾ പേടിച്ചു വിറച്ച് അവിടെയുള്ള നാട്ടുകാരെല്ലാവരെയും അവിടേക്ക് വിളിച്ചു വരുത്തി. നാട്ടുകാർ വരുന്ന സമയത്ത് ഈ കുളത്തിൻ്റെ അരികിൽ തുണിയലക്കാനും മറ്റുമൊക്കെ വെച്ചിരുന്ന ആ ഒരു തുണിയും ബക്കറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം 2-3 ജോഡി ചെരുപ്പുകളും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇനിയും ആളുകൾ ഒരുപക്ഷെ കുളത്തിനടിയിലുണ്ടാകും. അങ്ങനെ ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ആ കുളത്തിനടിയിൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് 2 മൃതദേഹങ്ങൾ കൂടി പിന്നീട് കണ്ടെത്തിയത്. മരണപ്പെട്ടു പോയ ആ 3 പേരെയും നിരനിരയായിക്കൊണ്ട് ആംബുലൻസിൽ കൊണ്ടുപോകുന്നൊരു കാഴ്ച ഹൃദയഭേദകമായ കാഴ്ചയാണ്. കണ്ടു നിൽക്കാനാവില്ല. ഇതിലേറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇനിയും ഒരു മകനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സൈനബ എന്ന് പറയുന്ന സഹോദരിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടു പോയി. ഉപ്പയില്ലാത്ത കുട്ടികളാണ്. ഈ 3 പേർ മരണപ്പെട്ടതോടുകൂടി അവൻ അനാഥനായി മാറിയിരിക്കുകയാണ്. അള്ളാഹു ആ പൊന്നുമോനെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സഹനവും ക്ഷമയും സന്തോഷവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരൻ്റെ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അവർ 2:15 വന്നിട്ട് കുളിക്കാമെന്നാണ് പറഞ്ഞത്. ഒന്ന് വെള്ളത്തിൽ പോയപ്പോഴേ മറ്റൊരു കുടിക്കാൻ പോയിട്ടുണ്ടാവും സാധ്യത. അതാണ് സാധ്യത. അവർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഒന്ന് ഈ കരക്കിൽ പൊന്തി കിടക്കുമ്പോഴേ ആ പെൺകുട്ടി നാട്ട് ബംഗാളി കണ്ടിട്ട് അപ്പോൾ ഈ അടുത്തുള്ള കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവരൊന്ന് എടുത്താണ്. ചെളി പോലെ വലിയ ചളി പറഞ്ഞാൽ മാത്രമൊന്നുമില്ല. കുട്ടി അവർക്ക് 3 നീന്താൻ അറിയില്ല. അതാണ് പ്രശ്നം. ആ മണിക്കൂർ ശേഷമാണ് ഒരു കുട്ടി ഒരു പെൺകുട്ടീനെ കിട്ടിയപ്പോഴേ പെൺകുട്ടീൻ്റെ ആങ്ങളെ വന്നിട്ട് പറഞ്ഞു 2 ഉമ്മയുണ്ട് ജ്യേഷ്ഠനുണ്ട് പറഞ്ഞു. അപ്പോൾ അവർ നാട് വന്ന് കണ്ട് മുങ്ങി നോക്കിയപ്പോൾ അടിയിൽ 2 കിടക്കുന്നുണ്ട്. അപ്പോൾ വേറെ എല്ലാവരും വന്നിട്ടാണ് പൊക്കി എടുത്തത്. നമുക്കറിയാം, മരണമെന്നുള്ളത് അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നാണ്. പക്ഷേ ഇതുപോലെയുള്ള മരണവാർത്തകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി നിരന്തരമായി കേൾക്കുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ മുങ്ങി മരണപ്പെട്ടു പോകുന്ന വാർത്തകൾ. നിരന്തരമായി കേൾക്കാറുണ്ട്. അതിലേറ്റവും കൊച്ചു കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നാം നീന്തൽ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മക്കൾക്കും അതുപോലെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്നും
നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരാം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് നീന്തൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഒരു മതപരമായ ബാധ്യതയായി കണ്ടെങ്കിലും നാം നമ്മുടെ മക്കളെ നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ അവിടെ മറ്റൊന്നുകൂടിയുണ്ട്, പടച്ചറബിൻ്റെ വിധി. നമ്മൾ എത്ര തന്നെ നീന്തൽ പഠിച്ചാലും, നമ്മൾ എത്ര തന്നെ മുൻകരുതലുകൾ സ്വീകരിച്ചാലും മരണത്തെ തടുക്കാൻ ഈ ലോകത്തൊരു ശക്തികൾക്കും സാധ്യമല്ല. നാം എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും പടച്ചറബ് നിശ്ചയിച്ച ആ നിമിഷം എത്തിയാൽ ഒരു സെക്കൻഡ് പോലും മുന്നോട്ടോ പിന്നോട്ടോ നീങ്ങുകയില്ല. അതോടൊപ്പം മരണപ്പെട്ടു പോയ ഈ ഉമ്മയ്ക്കും 2 മക്കൾക്കും ഷഹീദിൻ്റെ പദവിയാണ്, രക്തസാക്ഷികളുടെ പദവിയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമുക്കറിയാം, മുങ്ങി മരണപ്പെടുന്നവർക്ക് അള്ളാഹു നൽകുന്നത് ഷഹീദിൻ്റെ പദവിയാണ്, രക്തസാക്ഷികളുടെ പദവിയാണ്. സാധാരണഗതിയിൽ യുദ്ധക്കാലത്തിൽ മരിക്കുന്നവർക്ക് ലഭിക്കുന്ന അതേ പദവി വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്കും അള്ളാഹു നൽകുകയാണ്. ആ ഉമ്മയും കുഞ്ഞുങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷഹീദുകളുടെ പദവിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയ്ക്കും 2 മക്കൾക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ. നാളെ സ്വർഗത്തിൽ അള്ളാഹു ആ 3 പേരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഇതോടൊപ്പം ഞാനൊരു മനോഹരമായ ഒരു കാഴ്ച കൂടി കണ്ടു. വളരെയധികം നയനമനോഹരമായ ഒരു കാഴ്ചയാണ്. വെറും 4 വയസ്സ് മാത്രം പ്രായം, എഴുത്തും വായനയും അറിയാത്ത പ്രായത്തിലുള്ള ആ മകൾ വിശുദ്ധ ഖുർആനിലെ മുഴുവൻ സൂറത്തുകളും മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. ആ കുഞ്ഞളം പൈതൽ വളരെയധികം മനോഹരമായി കൊണ്ട് ഖുർആനിലെ ആ എല്ലാ സൂറത്തുകളുടെയും പേരുകൾ പറയുന്ന ആ ഒരു കാഴ്ച മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ആദ്യ ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, അറഫ്, അൻഫാൽ, തൗബ, യൂനുസ്, ഹൂദ്, യൂസുഫ്, ഹദ്, ഇബ്രാഹിം, ഹിജ്ർ, നഹ്ൽ, ഇസ്രാ, കഹ്ഫ്, മറിയം, ത്വാഹ, അംബിയ, ഹജ്ജ്, മുഅ്മിനൂൻ, നൂർ, ഫുർഖാൻ, ശറ, നംൽ, ഖസസ്, അൻകബൂത്ത്, റൂം, ലുഖ്മാൻ, സജദ, അസാബ്, സബഅ, ഫാത്തിർ, യാസീൻ, സഫത്ത്, സ്വദ്, സുമർ, ഹാഫർ, ഫുസിലത്ത്, ശൂരിയ, ദുഹാൻ, ജാസിയ, അൽകഫ്, മുഹമ്മദ്, ഫതഹ, ഉജറത്ത്, കഫ്, യാരിയാത്ത്, തൂർ, നജ്ം, ഖമർ, റഹ്മാൻ, വാക്കിയ, ഹദീദ്, മുദബല, ഹശ്ർ, മുൻതഹിന, സഫ്, ജുമുഅ, മുനഫിർ, തുലാഖ്, തഹ്രീം, മുൽക്ക്, കലം, ഹാക്ക, മഹാരീജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുത്തസിർ, ഖിയാമ, ഇൻസാൻ, മുസലാത്ത്, നബഅ, നാസിയാത്ത്, അബസ്, തക്ബീർ, ഇൻഫിത്വാർ, തുഫീഫീൻ, ഇൻഷിഖാഖ്, ബുറൂജ്, ത്വാരിഖ്, ആല, റാഷിയ, ഫജ്ർ, ബലദ്, ശംസ്, ലൈൽ, ളുഹ, ശറഹ്, തീൻ, അലഖ്, ഖദർ, ബയ്യിന, സൽസല, ആദിയ, കാരിയ, തകാസുർ, അസ്ർ, ഉമസ, ഫീൽ, ഖുറൈശ്, മാഉൻ, കൗസർ, കാഫിറൂൻ, നസ്ർ, മുസദ്, ഖലാസ്, ഫലക്, നാസ്. മാഷാ അല്ലാഹ്, ഒറ്റ വീട്ടിൽ പറഞ്ഞു തീർത്തല്ലോ. ഇത്ര സമയം മതി ഇതിന്? ഞാൻ കുറെ സമയമാണെന്ന് വിചാരിച്ചു. മാഷാ അല്ലാ, എത്ര മനോഹരമാണ്. ഇതൊക്കെ നാം വെറുതെ കണ്ടുപോയിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തേണ്ട കാര്യം കൂടിയാണ്. നമ്മുടെ മക്കളും ഇതുപോലെയാണോ? നമ്മുടെ മക്കളും ഇതുപോലെ ദീനിയായി ജീവിക്കുന്നവരാണോ? നമ്മുടെ മക്കളും ഇതുപോലെ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തേണ്ട, ചിന്തിക്കേണ്ട ഒരു കാഴ്ച കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ.